ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ വകദാലിക അൽയൗമ തുൻസ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വകദാലിക നജ്സി മൻ അസ്റഫ വലൻ യുഅ്മിൻ ബിആയാതി റബ്ബിഹി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ. വകദാലിക വകദാലിക എന്ന് പറഞ്ഞാൽ ഇതുപോലെ. ഇതിപ്പോൾ ആർക്കുള്ള ഇതാർക്കുള്ളത്? ആയത്തെത്തിയിട്ട് അതിന് നേരെ നിസിയാൻ ഉണ്ടായ ആളുകൾക്കുള്ള ശിക്ഷയാണ്. അവിടെ പരിമിതമല്ല. പിന്നെ വകദാലിക ഇതുപോലെ നജ്സി നാം പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം പ്രതിഫലം നൽകും. ആർക്ക്? മൻ അസ്റഫ. മൻ അസ്റഫ. അസ്റഫ എന്ന് പറഞ്ഞാൽ എന്താ? അസ്റഫ എന്ന് പറഞ്ഞാൽ ജാവസൽ ഹദ്, അതിരി വിട്ടു. അതിരി വിട്ടവർ ആണ് മൻ അസ്റഫ. അവർക്ക് നാം പ്രതിഫലം നൽകും. വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി. വലം യുഅ്മിൻ, അവൻ വിശ്വസിച്ചിട്ടില്ല. ബിആയാതി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകളിൽ. റബ്ബിൻ്റെ ആയത്തിൽ വിശ്വസിച്ച് അംഗീകരിക്കാതെ ഉള്ളവൻ, അതേപോലെ തന്നെ അതിരി വിട്ടവൻ, അല്ലെങ്കിൽ റബ്ബിൻ്റെ ആയത്തുകളിൽ വിശ്വസിച്ച് അംഗീകാരമില്ലാത്ത നിലക്ക് അതിരി വിട്ടവൻ, അവർക്ക് നാം പ്രതിഫലം നൽകും എന്നാണ്. ഇവിടെ അസ്റഫ എന്നാണ്, അതിരി വിട്ടു. എന്തിനാ അതിരി വിട്ടു, ആരെ അതിരി വിട്ടത് പറഞ്ഞില്ല. മൻ അസ്റഫ എന്നാണ്, അതിരി വിട്ടവൻ എന്നാണ്. ഇസ്രാഫ് എന്ന് പറയും, ദുർവ്യയം ചെയ്യുന്നതിന് പറയും, അതിരി വിടുന്നതിന് പറയും. ഇവിടെ ആര് അതിരി വിട്ടു എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെന്നോ എന്തിനെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശം? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അപ്പോൾ അതിരി വിടൽ ആരോടുണ്ട്? സ്വന്തത്തിനോടുണ്ട്. സ്വന്തത്തിനോട് അതിരി വിടും. സ്വന്തത്തിനോട് അതിരി വിട്ടാൽ എന്താ ചെയ്യുക? സ്വന്തത്തിനോട് ഒരാൾ അതിരി വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അതിരി വിട്ടവർ ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്നാണ്. നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടലെന്നാണ്. സ്വന്തത്തോട് അതിരി വിട്ടിട്ട് എന്താ? തെറ്റ് വിടുക, തെറ്റ് ചെയ്യുക. തെറ്റ് ചെയ്യലാണ് സ്വന്തത്തോട് അതിരി വിടൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഫിത്രത്ത് നൽകിയിട്ടുണ്ട്, ശുദ്ധ പ്രകൃതി. തെറ്റില്ലാത്ത പ്രകൃതി നൽകിയിട്ടാണ് അള്ളാഹു ഒരാളെ ഇവിടെ ജനിപ്പിക്കുന്നത്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ആ ശുദ്ധ പ്രകൃതിയോട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതിൽ കറുത്ത കുത്ത് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്വന്തത്തിനോട് അതിരി വിടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശുദ്ധ പ്രകൃതിയെ കാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾക്ക് അള്ളാഹു നൽകിയ ഫിത്രത്തിനെ കാത്തു സൂക്ഷിക്കാനാണ് പറഞ്ഞത്. ഒരാൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മുറിച്ചു കടക്കലായി, അതിരി വിടലായി. അതേപോലെ ഇപ്പോൾ സ്വത്തിൻ്റെ വിഷയത്തിൽ അല്ലേ, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഇവിടെ ചെലവഴിച്ചാൽ ലം യുസ്രിഫു എന്നാണ്, ഇസ്റാഫ് പാടില്ല. അപ്പോൾ സ്വത്തിൻ്റെ വിഷയത്തിൽ എന്തുണ്ട്? ഇസ്റാഫ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ചെലവഴിക്കുകയാണെങ്കിൽ ദുർവ്യയല്ലാതെ ചെലവഴിക്കുക. നിഷിദ്ധത്തിൽ ചെലവഴിക്കുമ്പോൾ എന്തായാലും അതിരി വിടലായി. കാരണം എന്താ? നിഷിദ്ധത്തിൽ ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പാണ്. ഒരാൾ നിഷിദ്ധത്തിലേക്ക് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിരി വിട്ടു. സദക്ക ചെയ്യാൻ പറഞ്ഞു, ദാനം ചെയ്യാൻ പറഞ്ഞു, അതിലും എന്ത് ചെയ്യാൻ പാടില്ലതല്ല, അതിരി വിടാൻ പാടില്ല. അതാണ് ഇബാദുർ റഹ്മാൻ്റെ വിഷയമാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു, അതിരി വിടാൻ പാടില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു സദക്ക ചെയ്യാൻ ഭാവിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്വത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ള പറയുന്നതിൽ പാടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്, എന്നാൽ പകുതി റസൂലുള്ള പാടില്ല, 4/1 പാടില്ല, അവസാനം 3/1 എത്തി. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് അസ്സുലുസു ഫസ്സുലുസു കസീർ, 3/1 കൂടുതലാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ സ്വത്ത് വസിയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/1 വരെ പാടുള്ളൂ. 3/1 കൂടുതലാക്കിയാൽ എന്തായി? അത് ഇസ്റാഫായി, അതിരി വിടലായി. റസൂലുള്ള പറഞ്ഞു അങ്ങനെ മക്കളെ അന്യാശ്രയക്കാരായി വിടാൻ പാടില്ല. വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നാളെ തെണ്ടണ അവസ്ഥയിൽ വിടാൻ പാടില്ലതല്ല, ഒക്കെ സ്വത്ത് വിനിയോഗിച്ച് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, സഅദ് റളിയല്ലാഹു തആല അപ്പം ഒരു കുട്ടിയേ ഉള്ളൂ. മുപ്പര് മരിക്കുമെന്ന് വിചാരിച്ച് സമയമാണ്. പക്ഷേ അതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. പിന്നെ 12 കുട്ടികളുണ്ടായി അദ്ദേഹത്തിന്. സഅദ് റളിയല്ലാഹുവിന് 12 മക്കൾ പിന്നീടുണ്ടായി. ഏതായാലും ഇസ്രാഫ് എന്ന് പറഞ്ഞെങ്കിൽ പല രീതിയിലുണ്ട്. തെറ്റുകളിൽ ഇസ്രാഫ് എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിർവരമ്പിന് അപ്പുറമാണ് എന്ത് തെറ്റ് ചെയ്യണത് ഒരാൾ. അതുകൊണ്ട് അത് ഇസ്രാഫാണ്. എന്തായാലും അള്ളാഹു പറയണം വകദാലിക നജ്സി, ഇതുപോലെ നാം പ്രതിഫലം നൽകും. മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി, തൻ്റെ റബ്ബിൽ വിശ്വസിക്കാതെ ഇരിക്കുകയും ഇസ്രാഫ് ചെയ്യുകയും ചെയ്തവർക്ക്. ഇവിടെ ഉദ്ദേശം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവർ എങ്ങനെയാണ് ഇസ്രാഫ് ചെയ്യാതാണ് ഞാനിവിടെ ഉണർത്തിയത്.